ഓക്കെ, എഴുതിയോ? ഞാന് ബുക്കില് എഴുതിയിരിക്കണോ ലാസ്റ്റ് പേജില്? എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാരടുത്തും 5 ടൈംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസാൻ എഴുതിയില്ലേ? ഓക്കെ, ഋതിക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇസ എഴുതിയോ? മാം ഞാൻ എഴുതിക്കാണ്ട് മിസ്സിന് വിട്ടന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ആരൊക്കെ നെയിം ആരൊക്കെയാ കണ്ടില്ല. ആ ഇന്നലെ അൽഹാൻ വെനസ്ഡേ ചാർജ് പോയപ്പോ കേറാൻ പറ്റില്ലേനു ലാസ്റ്റ്. ഓക്കെ, വെനസ്ഡേ അല്ല ഫ്രൈഡേ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഫ്രൈഡേ ഫ്രൈഡേ ഉണ്ടായിരുന്നോ? യെസ്, ആ ഓക്കെ. ഫ്രൈഡേ ഉണ്ടായിരുന്നു, പക്ഷെ 5 ടൈംസ് ചാർജ് ചെയ്താട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോഴേക്ക് 5 ടൈംസ് എഴുതിയിട്ട് അയക്കാട്ടോ. ബി ബുക്ക് 6 വരെ എഴുതി 6. ഓക്കെ ഓക്കെ. പിന്നെ മിസ് രണ്ടെണ്ണായിട്ട് വരുന്നേ. ഹിബക്ക് ഓക്കെ ആയോ? ഹിബ കഴിഞ്ഞ ക്ലാസ്സിൽ വിഷമിച്ചിരുന്നീന്നല്ലോ, ഇപ്പൊ ഓക്കെ ആയോ ഹിബ? ഓക്കെ ആയി. ഫോർമുലാസ് ഒക്കെ പഠിച്ചാൽ ഓക്കെ ആവും. ഓക്കെ, അതിനാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞത്. നമ്മൾ ഏത് പേജ് വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേ? അൽഹാൻ അടുത്ത ക്ലാസ്സിൽ എഴുതണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എഴുതാൻ കേട്ടിട്ടില്ലേ? അൽഹാൻ കേട്ടല്ലോ അല്ലേ? 5 ടൈംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 ടൈംസ് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് പേജ് വരെയാണ് നമ്മൾ ചെയ്തേ? 14, പേജ് നമ്പർ 14 അല്ലേ? ഓക്കെ, +2ന്റെ ഫോർമുല വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ഫോർമുലാസ് ചോദിക്കാം, ചോദിക്കുന്നവര് പറയാട്ടോ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തേ, മൈക്ക് ഓഫ് ചെയ്തേ. ഇനിയും ആൾക്കാർ കേറാനുണ്ടല്ലോ. ആരൊക്കെയോ ഇനിയും കേറാനുണ്ട്. അമാൻ റാഷിദ് ക്യാമറ ഓൺ ചെയ്യാം, മുഹമ്മദ് അൽഹാൻ ക്യാമറ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കാം. ത്വാഹിർ +8ന്റെ ഫോർമുല ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയണേ, ചോദിക്കുന്നവര് പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കാ പറയാ. ഓക്കെ, +8ന്റെ ഫോർമുല, ബിഗ് ഫ്രണ്ട് ഫോർമുല. ത്വാഹിർ? ഞാൻ പറയട്ടെ? ഇല്ല, ഞാൻ ചോദിക്കുന്നവര് പറയാട്ടോ. നെക്സ്റ്റ് ആഴ്ച പറയാട്ടോ. ഓക്കെ, അത് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നോ? റെക്കോർഡ് കേട്ടില്ലേ? +8 ഒക്കെ പഠിപ്പിച്ചപ്പോ തോയറുണ്ടല്ലോ. +8 ഒക്കെ ആദ്യം പഠിപ്പിച്ചതാ. ഇപ്പൊ നമ്മള് +2ന്റെ ഫോർമുല വരെ എത്തിയിട്ടുണ്ട്. +8ന്റെ ഫോർമുല ആയിഷ ഒന്ന് പറഞ്ഞു കൊടുത്തേ. +8 = +10 - 2. ഓക്കെ, അയാന? ഫോർമുല ഓഫ് +9. സോറി, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അയാന പറഞ്ഞോ. ഓക്കെ ടീച്ചർ വീഡിയോ കാണില്ല. ഐമന്റെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. ടീച്ചറിനെ കാണില്ല. ആർക്കും കാണുന്നില്ലേ? കാണാണ്ടേ? ഓക്കെ, ഐമന്റെ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. ഋതിക +6ന്റെ ഫോർമുല എന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറയണം. Add 10 + 4. ഓക്കെ, ഇസാൻ +5. +10 - 5. ഓക്കെ, ഇസ +3. +10 -7. ഓക്കെ, അമാൻ +9. +10 - 1. ഓക്കെ, അൽഹാൻ +2. +10 - 8. ഓക്കെ, ഇനി അതിൽ പഠിപ്പിച്ച ഫോർമുലയിൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ത്വാഹിര് പ്രീവിയസ് റെക്കോർഡ്സ് കേൾക്കാട്ടോ. റെക്കോർഡ്സ് നിങ്ങൾ ഒരു ദിവസം ലീവ് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിന്റെ റെക്കോർഡ് കേട്ടിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരാൻ.
നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിന്റെ റെക്കോർഡ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാലും ഗ്രൂപ്പിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ടല്ലോ, ഗ്രൂപ്പിൽ അത് പറഞ്ഞു തരാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. പ്രീവിയസ് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് അപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ഷയാൻ ക്യാമറ ഓൺ ചെയ്യണേ. ആ എന്തായി 14-15 പേജും ആൻസർ കറക്റ്റ് ആണോ നോക്കണം. 15th പേജ് നമ്മൾ ചെയ്തോ? ആ ഞാൻ ചെയ്തു. ബാക്കിയുള്ളവര് ചെയ്തോ? 15th പേജ് ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. 14th പേജിലെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ, എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യാ. 8, 10, 11, 17, 11, 19, 11, 17, 10, 4, 19, 17, 18, 15, 16, 2, 13, 7, 10, 15. പറയോ? ഞാൻ ഇനി ക്ലാസ്സിൽ ഒരു തവണ മാത്രം ആൻസർ, നിങ്ങളുടെ കോൺസെൻട്രേഷനും നിങ്ങളുടെ ഇതും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഒരു ക്ലാസ്സിൽ ഒരു തവണ മാത്രമേ പറയുള്ളൂ. പിന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആൻസർ വീണ്ടും എവിടെയെങ്കിലും കാൽക്കുലേറ്ററിലാണെങ്കിൽ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു തവണേ പറയുള്ളൂ. ഇത് ലാസ്റ്റത്തെ ആണ്. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആൻസർ പറയൂല കേട്ടോ. ഒരു വട്ടം ഞാൻ വായിക്കും, അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് നിങ്ങൾ അപ്പോ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ കിട്ടാണ്ട് നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആൻസർ ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ടൂളിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി വായിക്കാട്ടോ. ജോയിൻ ചെയ്തേക്കാളൂ. നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. റീനെയിം ചെയ്യണേ. 14th പേജിലെ ആൻസേഴ്സ് ഒരു തവണയും കൂടി വായിക്കാം. ഞാൻ ഒരു തവണ മാത്രം ആൻസേഴ്സ് ഇത് ഏത് ഇത് ഏത് ബുക്കാ? 14th പേജ്. ഓക്കെ, 8, 10, 11, 17, 11, 19, 11, 17, 10, 4, 19, 17, 18, 15, 16, 2, 13, 7, 10, 15. ഓക്കെ അല്ലേ? എന്റെ ഫുൾ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഫുൾ കറക്റ്റ്. എല്ലാരും വെരി ഗുഡ് ആണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും കറക്റ്റ് ആയിരിക്കും എനിക്ക് അറിയാലോ. ഓക്കെ, ഇനി പേജ് നമ്പർ 15 എടുക്കുക. പേജ് നമ്പർ 15ലെ ഫോർമുല വന്നിട്ട് +1ന്റെ ഫോർമുലയാണ്. +1ന്റെ ഫോർമുല ആർക്കാ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുക? മാം ഞാൻ പറയട്ടെ. പറഞ്ഞോ. +1 equals +10 - 9. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും അതന്നെയല്ലേ കിട്ടിയിട്ടുള്ളേ? ഷയാനൊക്കെ അതന്നെയല്ലേ കിട്ടിയിട്ടുള്ളേ? ഓക്കെ, വെരി ഗുഡ്. ഷയാനൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. മൈക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ പറയാന്ന് പറയണം, എന്നാലേ ഞാൻ വിളിക്കുള്ളൂ. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 15 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിക്കാം. ആഡ് 9 നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഇനി +1 ചെയ്യണം. ഐമൻ എന്ന് പറഞ്ഞ +1 ചെയ്യാൻ എന്താ ചെയ്യാന്ന്? ടീച്ചർ സൈഡിലത്തെ ബീഡ് ഒരെണ്ണം ആക്കിയിട്ട് 9 മൈനസ് ചെയ്യാം. സൈഡിലത്തെ ബീഡാണോ അത്? 110 സ്പീഡ്. +10 - 9 ഫോർമുല പറയണ്ട കേട്ടോ. ഓക്കെ, ഇനി 4 ആഡ് ചെയ്യണം. അസിയ ഒന്ന് പറഞ്ഞേ, ഐഷ അസിയ ഒന്ന് പറഞ്ഞേ 4 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാന്ന്? ഐഷ അസിയ 4 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാ ഇവിടെ? പെട്ടെന്ന് പറ. ഐഷ അസിയ സ്റ്റക്ക് ആണോ? ഓക്കെ, ഷയാൻ ഒന്ന് പറഞ്ഞേ 4 ആഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നേന്ന്? ഷയാൻ 4 ആഡ് ചെയ്യണം. ഇതിലോട്ടിന് 4 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ?
plus 1 equals to plus 10 minus 1. 9 അല്ല 4 ആഡ് ചെയ്യണം. ഈ 10 ഇനി 4 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ? ഒന്ന് നോക്കിയേ, ടൂളിലോട്ട് നോക്കിയേ, വൺസ് നോഡില്. Ma'am, ആ I changed the house, so I forget my abacus in that house. ഓക്കെ, ഇതിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് അബാക്കസ് ആൻഡ് ടെൽ. ഓക്കെ, ഇപ്പൊ 10 ആണ് ഇവിടെ ഉള്ളത്. ഇതിലോട്ട് 4 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ? One speed in the ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 4 ആഡ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ 14 കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേണോ? ഡൗട്ട് ഉണ്ടോ? ആ 7th one. ഓക്കെ, 2 ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് +8 ചെയ്യും. +8 ചെയ്യണം. +8 ചെയ്യാൻ +8ന്റെ ഫോർമുല നമുക്ക് ഇവിടെ +8 ചെയ്യാൻ പറ്റൂല, +7 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ +8 ചെയ്യാൻ നമ്മൾ +8ന്റെ ഫോർമുല യൂസ് ചെയ്യും. എന്താ +8ന്റെ ഫോർമുല? +8ന്റെ ഫോർമുല എന്താ? Plus 10 minus 2. -2. യെസ്, ഇനി -1 ചെയ്യണം. -1 ചെയ്യാന് യെസ്, -1ന്റെ ഫോർമുല നമ്മൾ പഠിച്ചില്ല അല്ലെ? ഓക്കെ, -1ന്റെ ഫോർമുല ഒന്നുമില്ല. നമ്മൾ +1ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും -1. ഇപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. -1ന്റെ ഫോർമുല ഇപ്പൊ എന്തായിരിക്കും? -10 ആഡ് 9. അങ്ങനെ ആയിരിക്കും വരിക. നമ്മളിപ്പോ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഫോർമുല എനിക്കറിയാ. എങ്ങനാ? 1ന്റെ ഫോർമുല എനിക്കറിയാ. 1ന്റെ ഫോർമുല അറിയാം അല്ലെ? +10 -1 അല്ലെ? അല്ല, -9. ഓക്കെ, അപ്പൊ എല്ലാരും സ്റ്റാർട്ട് ചെയ്തോളൂ. ഷാസിൽ ക്യാമറ ഓൺ ചെയ്യാ, അൽഹാൻ ക്യാമറ ഓൺ ചെയ്യാ ട്ടോ. ഷയാന്റെ കയ്യില് ടൂളില്ലേ? Ma'am, I'm in India, so I changed my house. Okay, so you don't have your tool right now? No. അപ്പൊ ഏത് വെച്ചിട്ടാ ചെയ്യുന്നേ? Next day buy it. ഓക്കെ, എന്നാ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാട്ടോ. Okay, ma'am. ഓക്കെ, ത്വാഹിറിന് വല്ലതും മനസ്സിലായോ? ത്വാഹിർ ഒന്ന് ക്യാമറ ഒന്ന് താഴേക്ക് ആക്കിയിട്ട് വെക്കണേ. ഫോർമുലാസ് എങ്ങനെയാ വരുന്നേന്ന് മനസ്സിലായോ? ത്വാഹിർ ഒന്ന് സൗണ്ടിൽ സംസാരിക്കണേ, എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഫോർമുലാസ് മനസ്സിലായിട്ടില്ല. ഫോർമുലാസിന്റെ ഒരു ക്ലാസ് അപ്പൊ ത്വാഹിർ കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മളിപ്പോ 1 ആഡ് ചെയ്തു. 1ലോട്ട് 9 ആഡ് ചെയ്യാൻ പറഞ്ഞാലാണ് നമുക്ക് ഇവിടെ 9 എടുക്കാനുണ്ടോ? ഇനി 8 അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 9ന്റെ ഫോർമുല. 9ന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഡയറക്റ്റ് ആയിട്ട് 9 ഇവിടെ ആഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ 10 റോഡിന്റെ അടുത്തുനിന്ന് ഒരു ബീഡ് ബോറോ ചെയ്യും. 10നെ ബോറോ ചെയ്തിട്ട് 10നെ 9 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 1 ലെസ് ചെയ്യും. 1 റോഡിന്ന്. അപ്പൊ +9ന്റെ ഫോർമുല എന്താണ്? +10 - 1. +8ന്റെ ഫോർമുല +10 - 2. +7ന്റെ ഫോർമുല +10 - 3. ഇങ്ങനെ ഏത് നമ്പർ ഇപ്പൊ ഞാൻ പറയാണ്. ഇപ്പൊ 3 ആഡ് ചെയ്തു, ഇതിലോട്ട് 8 ആഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ? ത്വാഹിർ പറ. -2 +10 -2. ഇനി ഇതിലോട്ട് 9 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ? നോക്കിയിട്ട് പറ. 10നെയാണ് എപ്പോഴും നമ്മൾ ബോറോ ചെയ്യാ. ഫിനിഷ് ആയോ? ഓക്കെ, വെരി ഗുഡ്. 10നെയാണ് എപ്പോഴും നമ്മൾ ബോറോ ചെയ്യുക. അപ്പൊ 10നെ ബോറോ ചെയ്തിട്ട് എത്ര നമ്പർ ലെസ് ചെയ്താലാണ് ആ നമ്പർ കിട്ടാൻ നോക്കുക. അതാണ് അതിന്റെ ഫ്രണ്ട്. ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. ബോസ് 10 ആണ്, എത്ര നമ്പർ ലെസ് ചെയ്താലാണ് ആ നമ്പർ കിട്ടുക, അതാണ് അതിന്റെ ഫ്രണ്ട്. അപ്പൊ 9ന്റെ ഫ്രണ്ട് ആരാ?
മാം ആ എനിക്ക് 7th ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. 7th ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമുലയാണ് കേട്ടോ. പറ്റില്ല. ഓക്കെ, നമ്മൾ പ്ലസ് 9 ചെയ്യാന് +1. ഋതിക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണ് ചെയ്യണ്ടേ കേട്ടോ. എന്താ മനസ്സിലായോ? 7 ആഡ് ചെയ്യ്, 2 ആഡ് ഓക്കെ, ചെയ്യ്, അങ്ങനെയാണെങ്കിൽ +6ന്റെ ഫോർമുല 1 ആഡ് എന്താന്ന് ചെയ്യ്. പറഞ്ഞേ? 1ന്റെ ഫോർമുല ആഡ് 1 + 9. ത്വാഹിർ, ഒന്ന് +6ന്റെ ഫോർമുല ഒന്ന് പറഞ്ഞേ. എത്രയാ? -4. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ +5ന്റെ ഫോർമുല ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, അപ്പൊ +3യുടെ ഫോർമുല ഒന്ന് പറഞ്ഞു നോക്കിയേ. മാം ആ -7 ആണ് കേട്ടോ. മാം 7 ലെസ് ചെയ്താലല്ലേ 3 കിട്ടുക. യെസ്, എന്താണ്? സെവൻത് ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ട്. 7 ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. 7th ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റൂല കേട്ടോ. നെക്സ്റ്റ് ഫോർമുല പഠിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഓക്കെ ഓക്കെ ഓക്കെ. ത്വാഹിർ, അപ്പൊ +1ന്റെ ഫോർമുലയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പേജസും ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ അയക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാട്ടോ. ഓക്കെ മാം കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ +1ന്റെ ഫോർമുല വന്നിട്ട് +10 - 9. ഈ ഫോർമുല വെച്ചിട്ട് അതിൽ നമ്മൾ മുന്നേ പഠിച്ച +8ന്റെയും +9ന്റെയും ഒക്കെ ഫോർമുല വരും. അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഈ +1ന്റെ ഫോർമുല ഒന്ന് ചെയ്ത് നോക്കിയേ. പേജ് നമ്പർ 15 ത്വാഹിർ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ത്വാഹിർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആയാന? എൻ്റെ അടുത്ത് 1B-ന്റെ പ്രിന്റ് എടുത്തതേ ഉള്ളൂ. 1B അല്ല, 1A ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1A അല്ലേ, ടെക്സ്റ്റ് ഇല്ലേ? പ്രിന്റ് എടുത്തിട്ടില്ല. 1B-ന്റെ പ്രിന്റ് എടുത്തു. 1Bന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ 1B ഫസ്റ്റ് പേജ് മുതൽ, ഫസ്റ്റ് പേജ് അല്ല, ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് മുതൽ എഴുതി സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ, അയാന എന്താണ് ഡൗട്ട്? എന്താ അയാനെ കുറച്ച് ലൗഡ് ആയിട്ട് സംസാരിക്കണേ. ഓൾറെഡി അയാനയുടെ ആക്സെന്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയൂല. പിന്നെ കുറച്ച് സ്ലോലി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീരെ കഴിയൂല. ഓക്കെ, പറഞ്ഞോ. I'm stuck on number 11. Number 11. Okay. Add 6. Yeah. Okay, then add 3. Yeah. Okay, then we have to add 1. What will we do? Borrow from the tens. Yes, we use a formula. What is the +1 formula? Plus 10 +10, yes. minus 1. 1 ആണോ? +1 is equal to +10 minus 9. We have to less 9 to get 1. Right? And 1's friend is 9. 9's friend is 1. 1's friend is 9. Okay? Okay. So the formula of +1 is 10. No, 10. Say it. +1's formula. 9. +10. Full formula. Please say the full formula. Full formula. +1 is equal to Plus 10 minus 1. -1? No, -9. So we have 10 and we have to less 9 to get 1, right? Yeah. Ma'am, 15th We page borrowed 10. കഴിഞ്ഞു. Okay, very good. We borrowed 10 from one 10's rod, right? Yeah. So to make 10,
To make, ഒരു minute. To make 10 to 9, we have to less 9 from, sorry. To make 10 to 1, we have to less 9. So 1's friend is 9, right? Finished. Okay. Very good, very good. Ma'am, Understand? 16th. Ma'am, 16th പേജ് ചെയ്തോളൂ കേട്ടോ. അത് റിവിഷൻ പേജ് ആണ്. 15 കഴിഞ്ഞവര് 16th പേജ് ചെയ്യാം കേട്ടോ. ഇതുവരെ പഠിച്ച എല്ലാ ഫോർമുലാസും വരും. ഓക്കെ. സോ അയന, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് +1? അയന, Yeah. what is the formula of +1? Minus 9. Minus 9. 9. Okay, okay. So, what is the answer you got? Add 10. 6 and add 3 and add 1 and +5. Ma'am, Ah. 16th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. 1, 6, 8. അത് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്തുണ്ടാവും. അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ഓക്കെ. സോ അയന, വാട്ട് ഈസ് യുവർ ആൻസർ? ഇനി 16th പേജ് ചെയ്യാ. 16th പേജ് ചെയ്തോളൂ. 16th പേജ് 4th ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. അതിൽ ചെയ്യാൻ പറ്റാത്ത സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം ചെയ്യാൻ പറ്റൂല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 6th ക്വസ്റ്റ്യനോ? 6th ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റൂലോ? ഇല്ല 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 ഇല്ല. ഓക്കെ. അയന, 10. no, 10. 10 അല്ല, 10 അല്ല. Add 6. We have to add 6. Just look Yeah. at here. Then add 3. Hmm. Then +1. We don't have the +1 in one slot, right? So we add 10 and less 9. Yeah. So we got the answer 10. Then add 5. We add 5 from one slot. So the answer is 15. 15. Yes. എന്താ അമാൻ റാഷിദ്? അമാൻ റാഷിദിന് എന്താ ഡൗട്ട്? ഡൗട്ട് ഉണ്ട്. 5th one. ഏതിലാണ്? 16th പേജിലാണോ? 8, 4, 5. അത് ചെയ്യാലോ. 10, 11, 12, 13, 14, 8 ആഡ് ചെയ്യാം. ഇപ്പൊ കൗണ്ട് ചെയ്തിട്ടാണ് ഇതിന്. അല്ല, ബീഡ്സില്. ഓക്കെ ഓക്കെ. ബീഡ്സിൽ ചെയ്യാട്ടോ എല്ലാരും. ഓക്കെ. അമാൻ, 8 ആഡ് ചെയ്തേ. ഇനി +4 ചെയ്യണം. എന്താ ചെയ്യാ? +10. അയാന, യൂസ് യുവർ ടൂൾ. 3, 5, 2 ഇട്ടു അപ്പുറത്ത് 8 ആഡ് ചെയ്തിട്ട് +4 ചെയ്യാൻ. +10 -5 ആണോ? +10 minus 8. അതെ അതെ, 6. അതിലങ്ങോട്ട് പോട്ടെ, ആ സ്പീഡിൽ തന്നെ പോട്ടെ. ഓക്കെ. +10 - 6. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 12 കിട്ടിയില്ലേ? ഇനി +5 ചെയ്തേ. ഇനി +2 ചെയ്തേ. ആൻസർ കിട്ടിയേ? ഓക്കെ, വെരി ഗുഡ്. ആരടുത്ത വിളിച്ചേ? നിങ്ങൾക്ക് ഒരാൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുക. എന്നിട്ട് ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക കേട്ടോ. 11th ഇപ്പൊ ക്വസ്റ്റ്യൻ. ആർക്കാ ഡൗട്ട്? ക്വസ്റ്റ്യൻ
Ma'am, 11th question, 16th page. മിസ്സേ 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 നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനാ? നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? 11ാമത്തെ ഏത് പേജിലാണ്? 16th. 15th പേജിലെ 16th അല്ലേ? 16th. ആ മിസ്സേ ഹിബയുടെ സൗണ്ട് ബ്രേക്ക്. ആ എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കേട്ടോ. 10th question ചെയ്യാം. ചെയ്യാൻ പറ്റുന്നതാണോ? 10th question ചെയ്യാൻ പറ്റുമോ? 11th ക്വസ്റ്റ്യൻ ഇല്ല 11th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല കേട്ടോ ഹാസിൻ. 11th ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റൂല കേട്ടോ. ചെയ്യാൻ പറ്റാത്തത് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, അതിനാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അബാക്കസ് മെത്തേഡിൽ ചെയ്ത് കറക്റ്റ് വേയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുന്നത്. ആ ഇത് 6th question ചെയ്യാൻ പറ്റോ? 6th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. 4th 4th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. 12th question. 12th ക്വസ്റ്റ്യൻ ഇതിലിപ്പോ ഏത് ചെയ്യാൻ പറ്റുന്നതില്ലേ? അതും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് അല്ലേ Ma'am, 12th 12th. മിസ്സേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ 5th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 6th. 6th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. കയ്യോടെ ഇത് പറ്റൂല മിസ് പറഞ്ഞു. 5th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കേട്ടോ ഹിബ. 5th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 6th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറ്റാത്തത്. 5th ചെയ്യാൻ പറ്റും കേട്ടോ. അയന ചെയ്യാൻ പറ്റുന്നില്ലേ? Yeah, I can do it now. ഓക്കെ, ഏത് പേജാ ചെയ്തോണ്ടിരിക്കുന്നേ? I'm still on the 15th. 15th. Okay, do it fast. Okay, സ്വാഹിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Ma'am, ഉം. 4th teacher. 12th 12th ക്വസ്റ്റ്യൻ ചെയ്യാം. ടീച്ചറെ 20th ക്വസ്റ്റ്യൻ ചെയ്യാവോ റിവിഷനില്? 7 യെസ് ചെയ്യാൻ പറ്റും. 20th 20th ചെയ്യാൻ പറ്റും. Ma'am, 12th question ഒന്ന് പറഞ്ഞു. 12th ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റൂല. നമുക്ക് നെക്സ്റ്റ് ഫോർമുല പഠിക്കുന്ന അങ്ങനെയാണ്. -5 ചെയ്യാനല്ലേ? അപ്പൊ +5ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് -5ന്റെ. -10 ആഡ് 5 ആയിരിക്കും വരിക. അങ്ങനെ ചെയ്താലാണ് അത് കിട്ടുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫോർമുലയാണ് അത്. ഓക്കെ, അമാൻ എന്താ? മിസ് 15th വണ്ണില് ഡൗട്ട് ഉണ്ട്. 15th 1 ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റും. 2 ആഡ് ചെയ്തേ. ചെയ്തു. ഇനി 9 ആഡ് ചെയ്തേ. 9 add 10 -1. യെസ്. ഇനി 7 ആഡ് ചെയ്തേ. ചെയ്തു. ഇനി -7 ചെയ്തേ. ചെയ്തു. എത്ര ആൻസർ കിട്ടിയേ? 11. യെസ്, അതാണ് ആൻസർ കിട്ടിയേ. ഓക്കെ, തോഹിറിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തോഹിർ ടീച്ചറെ
ആ 16th പേജത്തെ 11th ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അൽഹാന്റെ റൂഫ് ആണ്, സീലിംഗ് ആണ് കാണുന്നത്, അൽഹാനെ കാണുന്നില്ല. ഓക്കെ, ചെയ്യുന്നുണ്ടോ അൽഹാൻ? ടൂളിലല്ലേ ചെയ്യുന്നേ? അൽഹാന്റെ ടൂളൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. അയാൾക്ക് ഡൗട്ട് ഉണ്ടോ? On 16. Page number 16. I just got here. So we can't do the first question because there is a formula of -7. We didn't know it right now. Okay. Okay. നമ്മളത് പഠിച്ചിട്ടില്ല കേട്ടോ. And ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തോ കേട്ടോ. ഷയാൻ ചെയ്യുന്നില്ലേ? Okay. അമാൻ 17th. എന്താ ഡൗട്ട്? 17th one. ഏത്? 17. ഓക്കെ, 17th വൺ ചെയ്യാൻ പറ്റൂല കേട്ടോ. മാം 17th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. 17th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല കേട്ടോ. മാം 19th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല കേട്ടോ. നിങ്ങക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, കാരണം നമ്മൾ പ്ലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മൈനസ് വരാം. ഇപ്പൊ +9 എന്ന് പറഞ്ഞാൽ +10 -1 ആണെങ്കിൽ -9 എന്ന് പറഞ്ഞാൽ -10 +1 ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ആ ഫോർമുല സെയിം ആണ്, പക്ഷെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആവും, മൈനസ് ഉള്ളിടത്ത് പ്ലസ് ആവും. ഇത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അതാണ്. ഓക്കെ ടീച്ചറെ എങ്ങനാ ചെയ്യാൻ പറ്റുമോ? ഏതാണ്? 15th 15th വൺ ചെയ്യാൻ പറ്റൂല. അല്ല, ചെയ്യാൻ പറ്റും 15th വൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിയേ. എന്ത് ചെയ്യാൻ പറ്റുമോ? 12th ചെയ്യാൻ പറ്റൂല. മാം 20th ചെയ്യാൻ പറ്റുമോ? 20 ചെയ്യാൻ പറ്റുമല്ലോ. 8 ചെയ്യാൻ പറ്റുമോ? 8 ചെയ്യാൻ പറ്റും. 13th ചേട്ടോ? 13th ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ ചെയ്യാൻ പറ്റാത്തത് നെക്സ്റ്റ് ചെയ്യും. അതിൽ കുറെ 19th ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ അതിപ്പോ ചെയ്യാൻ പറ്റൂല. ഇതിൽ ഒരുപാട് 19th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തുണ്ടല്ലോ. +5 ചെയ്യാൻ ബോറോ ചെയ്യണ്ടേ? 10 +10 5 ചെയ്യാൻ +5 ചെയ്യാൻ +10 -5 എന്നെടോ. 6 മാം 20th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തേ. കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യാട്ടോ. 13th വൺ. ഓക്കെ, 3 ആഡ് ചെയ്തേ.
ഇനി 5 ആഡ് ചെയ്യണം. ആഡ് ചെയ്തേ. ഇനി +5 ചെയ്യണം. എന്താ ചെയ്യാ? ടെൻസിന്റെ പ്ലേസിൽ ആഡ് ആക്കാം. മൈനസ് ആഡ് 10 less 5. -5. ഓക്കെ. ഇനി +5 ചെയ്തേ. ഇനി 5 ചെയ്തേ. എത്ര ആൻസർ കിട്ടിയേ? 19 അല്ല, 3 ആഡ് ചെയ്തു. അതിലോട്ട് +5 ചെയ്യാൻ എന്ത് ചെയ്തു? നമ്മൾ 5 ഡയറക്റ്റ് ആയിട്ട് 5 ആഡ് ചെയ്തു. ഇനി +5 ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഡ് 10 less 5. അപ്പൊ നമുക്ക് 13 കിട്ടി. ഇനി ഒരു 5 കൂടി ആഡ് ചെയ്യണം. ഒരു 5 കൂടി ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് 5 ആഡ് ചെയ്തു. അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 18. എത്രയാ? 18. പിന്നെ എങ്ങനെ 19 കിട്ടിയേ? ഒരു വീട് എവിടെ നിന്നു? അറിയാണ്ട് ഇട്ട് പോയി. അറിയണം. ഓക്കെ. Miss, ഒരു 16th വീട് page finish. മാറിപ്പോവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. എന്താ? The page finish. ഫിനിഷ് ആയോ? 21st question. മാം 21st ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല കേട്ടോ. ആ, മാം Yes. എന്താണ്? ആരാ വിളിച്ചേ? ഷയാനാണോ? യെസ്. ഏതാണ്? How to do 19? 19th ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. ആ, 17th പേജ് ചെയ്യാൻ പറ്റുമോ? 17th ക്വസ്റ്റ്യനോ? 17th ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റൂല കേട്ടോ. 17th പേജ്. ആ, ഓ ഋതിക നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. പ്രാക്ടീസ് ചെയ്തിരുന്നോ? 17th പേജ് ചെയ്തോ? എങ്ങനാ? വീട്ടിന്ന് ഈ ഒക്കെ നല്ലോണം ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ? ഋതിക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബി ബുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഋതികേനെ കണ്ടില്ലേ? എല്ലാവർക്കും ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ചെയ്യുന്നവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ബി ബുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. മാം 24 ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. 24 ചെയ്യാൻ പറ്റുമല്ലോ. 29 ചെയ്യാൻ പറ്റുമോ? 29 ചെയ്യാൻ പറ്റൂല. Miss 25th. 25th ചെയ്യാൻ പറ്റാത്ത വീട് അടുത്തത് ചെയ്യോ. ഓക്കെ. ഓക്കെ. അയന എന്താ? I'm stuck. വിച്ച് ക്വസ്റ്റ്യൻ? 7. 7. ഓക്കെ. ആഡ് 3. മാം കഴിഞ്ഞു. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. Yeah. Then add 6. Yeah. Okay, then add 1. What will we do? We add 3, then 6, and we have to add 1. We use the formula of +1. What is the +1's formula? Add 1 and 10 and പറഞ്ഞോ? -9. Yes, add 10 minus 9. So, we got the answer 10. Then add 2. We have to add 2 from one source. We can add 2 directly. So, the answer is 12. yes. മാം 24 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്ത് കാണിച്ചു തരുമോ? ഓക്കെ. സോ 8 ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എന്താണ്? 3 ആഡ് ചെയ്യണം. 3ന്റെ ഫോർമുല എന്താ? 3 നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. സോ ഫോർമുല യൂസ് ചെയ്യണം. എന്താ 3ന്റെ ഫോർമുല? പെട്ടെന്ന് പറയട്ടോ. 10 minus 7. +10 - 7. അപ്പൊ നമുക്ക് ആൻസർ 11 കിട്ടി. ദെൻ പിന്നെന്താ? +9 ആണ്. ഇനി +9 നമുക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ടോ? ഇസാ? No.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? +10 പ്ലസ് -1. 10 -1. അപ്പൊ നമുക്ക് 20 കിട്ടി. ഇനി എന്താണ്? 7 ആഡ് ചെയ്യാനാണ്. 7 നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 7 എങ്ങനെ ആഡ് ചെയ്യാം? ഇങ്ങോട്ട് നോക്ക്, ഇവിടെ 7 ആഡ് ചെയ്യാൻ പറ്റൂലേ മനസ്സിലോട്ടില്? Yes. മാം 28 ചെയ്യാൻ സോ പറ്റുമോ? നമുക്ക് 7 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. 7 ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ആൻസർ കിട്ടി 27. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ഏതാണ്? 17th പേജ് ചെയ്യണോ? 17th പേജ് സ്റ്റാർട്ട് ചെയ്തോ? അത് ഹോംവർക്ക് ആണ്. ആ 28 ചെയ്യാൻ പറ്റുമോ? 28 ചെയ്യാൻ പറ്റും. 17th പേജ് ഹോംവർക്ക് അല്ലേ? ഹോംവർക്ക് ആണ്. ഇപ്പൊ ചെയ്യേണ്ടവർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അത് ഹോംവർക്ക് ആണ് കേട്ടോ. എന്താ അൽഹാൻ? 22 ആണോ? 20th-ഉം 19th-ഉം 20യും 19 ചെയ്യാൻ പറ്റൂല. 20 ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയൊരു ഫോർമുല പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനിപ്പോ 16ലെ ആൻസർ ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാരും ഇതുവരെ ചെയ്തത് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യണേ. 16ലെ ആൻസർ വായിക്കാൻ പോവാണ്. ഇതുവരെ ചെയ്തത് വെച്ചിട്ട് എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. എങ്ങനാ? 15th ആൻസർ വായിച്ചാ? 15th ആൻസർ വായിച്ചില്ലേ? വായിച്ചിട്ടില്ലല്ലോ. ഓക്കെ, 15th ആൻസർ വായിക്കാട്ടോ ആദ്യം. ഓക്കെ, 15 എല്ലാവരും എടുത്ത പേജ് നമ്പർ 15 ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ വായിക്കുള്ളൂ. നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. 14, 1, 16, 7, 10, 11, 9, 7, 10, 8, 15, 10, 14, 10, 20, 16, 20, 19, 6, 20. Sorry, 18th one 11 ആണ്. 18th one 11 ആണ്. 18th one 11 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോ മാറിയതാണ്. ഓക്കെ അല്ലേ? 7th ക്വസ്റ്റ്യന് ഞാൻ ചെയ്യാൻ പറ്റൂലല്ലോ. ഓക്കെ, അത് ചെയ്യാൻ പറ്റൂല. അത് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലെ ആൻസർ ആരാ? ഫുള്ള് ചെയ്തവരാരല്ലേ? ഞാന് മിസ്റ്റർ ഋതിക ചെയ്തതാ. ഐമനാണോ? ഋതിക ചെയ്തതാ. അതെ, ഞാനെന്ന് പറഞ്ഞേ ഹാസിനാണോ? ഞാൻ ചെയ്തതാ. ഓക്കെ, മാം എന്താ ഞാൻ ചെയ്യാൻ? 16 ഫുള്ള് ചെയ്തു. ഫുള്ള് ചെയ്തോ? 16 ചെയ്തോ? ആ 16 ചെയ്തു. ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഹാസിൻ ഒന്ന് വായിച്ചേ. ഐഷ ഒന്ന് ചെക്ക് ചെയ്യണേ കറക്റ്റ് ആണോ എന്നുള്ളത്. ഹാസിൻ ഒന്ന് വായിച്ചേ 16th പേജിലെ. ആദ്യത്തെ ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റൂല. 16, എല്ലാരും ചെക്ക് ചെയ്യാട്ടോ. 16, 18 ചെയ്യാൻ കുറച്ച് ലൗഡിൽ വായിക്കണേ. 16, 16, 18 ചെയ്യാൻ പറ്റൂല. 19 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഒരു മിനിറ്റ്. വായിച്ചോ. 12, 23, 15. വെയിറ്റ്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 8. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ 19. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ 18 അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ 18. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഫിഫ്ത് ക്വസ്റ്റ്യൻ 19. ഓക്കെ, പിന്നെ ചെയ്യാൻ പറ്റില്ല.
ആ Question പിന്നെ 12, 23, 15, ആ 21. ആ ഓക്കെ വെരി ഗുഡ്. മാം ഞാൻ 11 to 20 വായിക്കട്ടെ. ആ വായിച്ചോ. ചെയ്യാൻ പറ്റൂല ആ 18 ആ 29 29 ആണോ? 19. 19 ആണ് കേട്ടോ. 19 ആണ്. ആ 11 ആ 22 ആ ചെയ്യാൻ പറ്റൂല ആ 13 ആ ചെയ്യാൻ പറ്റൂല അല്ലേ? ആ 26. 13 ആണ് കേട്ടോ. 26 ഏതാ ഹാസിൻ പറഞ്ഞേ? കറക്റ്റ് ആണ് കേട്ടോ. 12 അല്ലേ? 13 to 18 ഏതാണ്? 12 ആണോ ചോദിച്ചേ? 18th question 12. അല്ല 12 അല്ല 13 ആണ് കേട്ടോ. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടോ ഹാസിൻ. ഓക്കെ ഇസാൻ വായിച്ചോന്നാ. 21 to 30 വരെ ഇസാൻ വായിച്ചോ കേട്ടോ. എല്ലാരും ചെക്ക് ചെയ്യാട്ടോ. ചെയ്യാൻ പറ്റൂല ആ 12 ആ 12 ആ 21 ആ 27 ആ 13 ആ 16 ആ 26 ആ 20 ആ ചെയ്യാൻ പറ്റൂല 25. ഓക്കെ വെരി ഗുഡ്. എല്ലാവരുടെയും കറക്റ്റ് ആയിരുന്നോ? ഷാസിലിന്റെ ഒക്കെ കറക്റ്റ് ആയിരുന്നോ? ഷാസിൽ ടീച്ചർ എനിക്ക് കേൾക്കാൻ കഴിയില്ല കാരണം ഞാൻ എന്താ പറയാ എന്റെ നെറ്റ് പോയോ? ആ ബാക്കിയുള്ളവരുടെ ഒക്കെ കറക്റ്റ് ആയിരുന്നോ? നെറ്റ് ഡിസ്കണക്ട് ആയി. ഡിസ്കണക്ട് ആയോ? ഓക്കെ ഇന്ന് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യട്ടെ. നമ്മൾ ഇന്നൊരു പുതിയ ഫോർമുല പരിചയപ്പെടാൻ പോവാണ്. ഇന്ന് നമുക്ക് അതും കൂടി ചെയ്തിട്ട് വേണം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ അതെങ്ങനെയാ വരുന്നേന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ +9 ഫോർമുല ചെയ്തു അല്ലെ? എന്താ +9 ഫോർമുല? ഷാസിൽ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ ഷാസിലിന്റെ? +10 - 1 +10 - 1. യെസ് +10 - 1 ആണ് നമുക്ക് +9 ഫോർമുല അല്ലെ? ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് -9 ആണ്. -9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +9 നേരെ ഓപ്പോസിറ്റ്. നമ്പേഴ്സിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആവും, മൈനസ് ഉള്ളിടത്ത് പ്ലസ് ആവും. അപ്പൊ -9 ഫോർമുല എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മാം ഞാൻ ഗസ് ആക്കട്ടെ. ആ -9 is equal to -9 + 1. 10 - 1 എങ്ങനെ? +10 - 1. യെസ് വെരി ഗുഡ്. അല്ല സോറി -10 + 1. ഓക്കെ -9 is equal to less the boss add the friend. നമ്മൾ പ്ലസ് നമ്പേഴ്സിന് എങ്ങനെയായിരുന്നു? +1 യെസ് +10 - 1. ആ ഒന്ന് ശ്രദ്ധിക്ക. നമ്മൾ പ്ലസ് നമ്പേഴ്സിന് എങ്ങനെയാ ചെയ്തേ? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെസ് ദി ബോസ് ആഡ് ദി ഫ്രണ്ട്. ഫ്രണ്ടിനും ബോസിനൊന്നും ഒരു മാറ്റമില്ല. നമ്പേഴ്സ് ഒക്കെ സെയിം ആണ്. 10ന്റെ 9ന്റെ ഫ്രണ്ട് 1 ആണ്, 8ന്റെ ഫ്രണ്ട് 2 ആണ്. ഇതൊക്കെ സെയിം ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട് എന്നുള്ളത് ലെസ് ദി ബോസ് ആഡ് ദി ഫ്രണ്ട്. ആ ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തു. 17 -9 ചെയ്യാൻ എന്താ ചെയ്യാ? ഇപ്പൊ നമുക്ക് ഇവിടെ -9 ചെയ്യാൻ പറ്റൂല ഡയറക്റ്റ് ആയിട്ട്. കാരണം ഇപ്പൊ നമുക്ക് 7 ഉള്ളൂ വൺസ് റോഡില്. നമുക്ക് ചെയ്യേണ്ടത് -7 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
minus 10 -10 add 1. add 1. ഓക്കെ, അത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചേ. ഓക്കെ, ഹാസിന് മനസ്സിലായിട്ടില്ല, ഷയാന് മനസ്സിലായിട്ടില്ല, പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക. ഇപ്പൊ 1 ഞാൻ ആഡ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു 1 ഞാൻ ആഡ് ചെയ്തു. ഇനി +9 ചെയ്യാൻ എന്താ ചെയ്യാ? ഷയാനോ ഹാസിനോ ആരെങ്കിലും ഒരാൾ പറയേ. Borrow. അതൊക്കെ പറയണത് ഹിബക്ക് മനസ്സിലായിട്ടില്ലേ? +10 - 1 ഇത് നമ്മൾ +9 ഫോർമുല പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് -9. ഈ 10ന്ന് -9 ചെയ്യാൻ എന്താ ചെയ്യാന്നറിയോ? 10ലും 1ലും ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ +10 - 1 ചെയ്തില്ലേ? അപ്പൊ -9 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നേ? -10 + 1. ഇത് നേരെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ചെയ്യാ, മൈനസ് ഉള്ളിടത്ത് പ്ലസ് ചെയ്യാ. മനസ്സിലായോ? ഒരു വീട് തന്നെ 9. എങ്ങനെ? ഒരു ബീഡ് 9 ആവുമ്പോ ഒരു 1 ആഡ് ചെയ്യാ, 8 ആവുമ്പോ 2 ആഡ് ചെയ്യാ, 7 ആവുമ്പോ 2, 3 ആഡ് ചെയ്യാ. ഈ ഞാൻ പറഞ്ഞില്ല, ആ ഫോർമുലയിൽ ഒരു മാറ്റവും ഇല്ല. +10 ഉള്ളത് -10 ആവും, +1 ഉള്ളത് -1 ആവും. ഓക്കെ, സോറി, -1 ഉള്ളത് +1 ആവും. ഇത് നേരെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആവും, മൈനസ് ഉള്ളിടത്ത് പ്ലസ് ആവും. നമ്പേഴ്സിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഹാസിനൊന്ന് പറഞ്ഞ എങ്ങനെയാ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാസിനൊന്ന് പറഞ്ഞേ, -8ന്റെ ഫോർമുല എന്തായിരിക്കും? -8 plus -8 -10 plus 2. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷയാൻ എന്ന് പറഞ്ഞ -7ന്റെ ഫോർമുല എന്തായിരിക്കും? എല്ലാരും ആലോചിച്ച് വെക്കാട്ടോ. ഞാനിപ്പോ എല്ലാവരുടെ അടുത്ത് ചോദിക്കുവേ മൈനസിന്റെ ഫോർമുല. ഷയാൻ എന്ന് പറഞ്ഞ -7ന്റെ ഫോർമുല എന്തായിരിക്കും? -10 +3. -3 ആണോ? -3 ആണോ? നമ്മൾ +7ന്റെ ഫോർമുല പഠിച്ചു. +10 - 3. അപ്പൊ -7ന്റെ ഫോർമുല പഠിച്ചു, +10 - 3. അപ്പൊ -7ന്റെ ഫോർമുല -10 + 3. ഓക്കെ, ഒന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ചെയ്യും. ലെസ് ദി ബോസ് ആഡ് ദി ഫ്രണ്ട്. നമ്മള് പ്ലസ് നമ്പേഴ്സിന് എന്തായിരുന്നു? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട് ആയിരുന്നു. മൈനസ് ആവുമ്പോ ലെസ് ദി ബോസ് ആഡ് ദി ഫ്രണ്ട്. ബോസിനും ഫ്രണ്ടിനും ഒരു മാറ്റവും ഇല്ല. സെയിം ബോസ് സെയിം ഫ്രണ്ട് ആണ്. വാഷ്റൂം പോട്ടെ. വാഷ്റൂം പോവാൻ ഇനി ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു. 3 മിനിറ്റ്സ് കൂടെ ഉള്ളു. കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല? 3 മിനിറ്റ്സ് കഴിഞ്ഞാ പോവാട്ടോ. ഓക്കെ, ഷാജിൽ -6ന്റെ ഫോർമുല ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഷാജിലിന് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നേരത്തെ ഷാജിലിനെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ. ഷാജിൽ കേൾക്കാത്ത പോലെ നിൽക്കാണോ? ഷാജിലിന് -6ന്റെ ഫോർമുല ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പറ്റുമോ? ഓക്കെ, +6ന്റെ ഫോർമുല ഒന്ന് പറഞ്ഞേ ഷാജില്. മാം ഞാൻ പറയട്ടെ. ഐഷ എല്ലാരും പറയാഞ്ഞാൽ ഐഷ റെഡിയാണ് പറയാൻ അല്ലേ? ഓക്കെ, എന്നാ -6ന്റെ ഫോർമുല ഒന്ന് ഷാജിലിന് പറഞ്ഞെടുത്തേ. -6 -10 plus 4. ഓക്കെ, ഐമൻ ഒന്ന് പറഞ്ഞേ -5ന്റെ ഫോർമുല. -10 plus 4. -10 plus 5. ഹിബ
-4ന്റെ ഫോർമുല എന്ന് പറഞ്ഞു നോക്കിയേ. ആ ഉം. ഏ? ആ 4ആണോ? 6. എല്ലാരും ഫോർമുലാസ് നന്നായിട്ട് പഠിക്കാട്ടോ. എഴുതിയിട്ട് പഠിക്കെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലാണ്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ അല്ലാണ്ട് പഠിക്കാം. ഇസാൻ +3യുടെ ഫോർമുല -3യുടെ ഫോർമുല എന്ന് പറഞ്ഞു നോക്കിയേ. ഇസാ Yes. -3യുടെ ഫോർമുല. -10 plus 7. ആ ഓക്കെ. ഇനി ഇസാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ -1ന്റെ ഫോർമുല. ഇസാൻ മുഹമ്മദ് 10 plus 9. -10 plus 9. ഓക്കെ. ഇനി അൽഹാൻ പോയോ? അൽഹാൻ ഇവിടില്ലേ? ഓക്കെ. അമാൻ എന്ന് പറഞ്ഞ -6ന്റെ ഫോർമുല. -10 plus 4. ഓക്കെ. ഷയാൻ -8ന്റെ ഫോർമുല എന്ന് പറഞ്ഞേ. And -4. Miss, Plus 10 minus 2. ഓക്കെ. അപ്പൊ അത്രയും മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ് എന്റെ നെക്സ്റ്റ് കട്ടായതാണ്. എന്ത് ചെയ്യാ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ. എല്ലാരും ഞാൻ ഫോർമുലയുടെ ചാർട്ട് അയച്ചിട്ടില്ലേ ഗ്രൂപ്പില്, അത് നോക്കിയിട്ട് പഠിക്കാട്ടോ. ഓക്കെ. ഫോർമുലാസ് നല്ല കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാട്ടോ. ഓക്കെ. Okay, ma'am. Okay. Yes. thank you, ma'am. ഹോംവർക്ക് എല്ലാരും ചെയ്യാൻ മറക്കരുത്. പേജ് നമ്പർ 17 ഹോംവർക്ക് ആണ് കേട്ടോ. ഓക്കെ. Yeah. Okay. Bye. ഓക്കെ. ബൈ. Thank you. Bye. ബൈ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ. സോയറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ. ബൈ.